ഒരു അപ്പൂപ്പൻ മരണക്കിടക്കയിൽ വെച്ച് അദ്ദേഹത്തിന്റെ മരണമൊഴി പറയുകയാണ്. മകളോട് അത് വീഡിയോ എടുക്കാനും പറയുന്നുണ്ട്. എന്നിട്ട് 10 വർഷം മുമ്പുള്ള താങ്ക്സ് ഗിവിംഗ് ദിവസം താനാണ് മരുമകൻ ഭാര്യയെ കൊന്നത് എന്ന് അപ്പൂപ്പൻ പറയുന്നു. അത് കേട്ട് വീട്ടുകാരെല്ലാവരും ഞെട്ടി നിൽക്കുകയാണ്. ഇത് 10 വർഷം മുമ്പുള്ള ഒരു കേസാണ്. ഓട്ടോപ്സിയിൽ ഭാര്യയുടെ കഴുത്തൊടിഞ്ഞാണ് മരണം എന്നാണ് റിപ്പോർട്ട്. അപ്പോൾ കൊലയാളി ഭാര്യയെ സ്റ്റെയർ കേസിൽ നിന്നും തള്ളി താഴെയിട്ട് കൊലപ്പെടുത്തി അത് മറയ്ക്കാൻ വേണ്ടി ബോഡി കൊണ്ടുപോയി സോനാമുറിയിൽ ഇരുത്തിയതാവാം. അന്ന് ഭാര്യയുടെ ഒരു ചോരത്തുള്ളി വീണ അപ്പൂപ്പന്റെ ഷർട്ട് പോലീസുകാർക്ക് കിട്ടിയിരുന്നു. അതുകൊണ്ട് അപ്പൂപ്പൻ സസ്പെക്ട് ആയിരുന്നു. എന്നാൽ ഭാര്യയെ പോലെ ആരോഗ്യമുള്ള ഒരാളെ അപ്പൂപ്പൻ ഒറ്റയ്ക്ക് സോനാ റൂമിൽ എങ്ങനെ കൊണ്ടുപോയി ഇരുത്തിയെന്ന് അന്ന് കേസ് അന്വേഷിച്ച ചീഫിന് സംശയം ഉണ്ടായിരുന്നു. എന്തായാലും അപ്പൂപ്പൻ ആ കേസിൽ നിന്നും അന്ന് രക്ഷപ്പെട്ടു. ഇപ്പോൾ എന്തിനാണ് അപ്പൂപ്പൻ ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ നടത്തിയതെന്ന് ചീഫിന് മനസ്സിലാവുന്നില്ല. എന്നിട്ട് ചീഫ് ആ പഴയ കേസിന്റെ ഡീറ്റെയിൽസ് അടങ്ങിയ ഫയലുകൾ എടുത്ത് മോർഗന് കൊടുത്തിട്ട് അതൊന്ന് വിശദമായി നോക്കിയിട്ട് അന്ന് വിട്ടുപോയി എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കാൻ പറയുന്നു. മോർഗൻ സന്തോഷത്തോടെ ആ ഫയലുകളെല്ലാം വാങ്ങിക്കൊണ്ടുപോയി അതെല്ലാം വിശദമായി തന്നെ പരിശോധിക്കുന്നുണ്ട്. എന്നിട്ട് പിറ്റേ ദിവസം അവൾ കണ്ടുപിടിച്ച കാര്യങ്ങളെല്ലാം എല്ലാവരോടുമായിട്ട് വിശദീകരിക്കുന്നു. ബാരി കൊല്ലപ്പെട്ടത് താഴെ ബേസ്മെന്റിൽ വെച്ചല്ല, മറിച്ച് മുകളിലുള്ള കോമൺ ബാത്റൂമിൽ വെച്ചാണ്. ബാരി അവിടെ കുളിച്ചുകൊണ്ട് വന്നപ്പോൾ കൊലയാളി അകത്തേക്ക് വന്ന് അവിടെ ഇരുന്ന ഒരു ഹെയർ ഡ്രയർ എടുത്ത് പ്ലഗിൽ കുത്തി ഓണാക്കി ബാരി കുളിച്ചുകൊണ്ടിരുന്ന മുറിയിലേക്ക് ഇടുന്നു. അതിൽ നിന്നും ബാരിക്ക് ഷോക്ക് അടിക്കുന്നു. ഒരാൾ ഷോക്ക് അടിച്ച് മരിച്ചാൽ ചില സമയങ്ങളിൽ ഓട്ടോപ്സിയിൽ ഹൃദയാഘാതമായിട്ടായിരിക്കും കാണുക. കില്ലറിന് അത് അറിയാമായിരുന്നു. എന്നാൽ നിർഭാഗ്യവശാൽ ആ ഹെയർ ഡ്രയർ ഷോർട്ടായി പ്ലഗിന് തീ പിടിക്കുന്നു. പെട്ടെന്ന് അയാൾ തീ അണയ്ക്കുന്നു. പിന്നീട് ഷോക്ക് അടിച്ച് കിടന്ന ഭാര്യയെ എടുത്ത് അവിടെയുള്ള ലോണ്ടറി ഷൂട്ട് വഴി താഴേക്കിടുന്നു. അങ്ങനെ താഴെ വന്ന് വീണപ്പോഴാണ് ഭാര്യയുടെ കഴുത്തൊടിഞ്ഞ് മരണപ്പെട്ടതും അപ്പൂപ്പൻ ഷട്ടിൽ ചോരയായതും. അവിടെ നിന്നും കൊലയാളി ഭാര്യയെ എടുത്ത് സോനാബാത്തിൽ ഇരുത്തി അടുത്തൊരു വൈൻ ബോട്ടിലും വെച്ച് അത് ഓണാക്കുന്നു. അങ്ങനെയാണ് അവൻ കരിഞ്ഞു പോയത്. എന്നിട്ട് മോർഗൻ തെളിവിനായി ഫോട്ടോകളിൽ ബാത്റൂമിലെ പ്ലഗ് പോയിന്റുകളുടെ പ്ലേറ്റുകൾ കാണിക്കുന്നു. അതിൽ ഹെയർ ഡ്രയർ കുത്തിയ പ്ലേറ്റിൽ മാത്രം വേറെ കളർ വാൾപേപ്പർ ആയിരുന്നു ഒട്ടിച്ചിട്ടുണ്ടായിരുന്നത്. കത്ത് പിടിച്ചത് കാണാതിരിക്കാൻ കൊലയാളി ആ പ്ലേറ്റ് മാറ്റി വേറെ വെച്ചതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത സ്വന്തം കുടുംബത്തിൽ തന്നെ ബുദ്ധിമാനായ കൊലയാളി ആരാണ്? അതറിയാൻ ഈ ഇൻവെസ്റ്റിഗേഷൻ സീരീസിന്റെ 11ാമത്തെ എപ്പിസോഡിന്റെ മുഴുവൻ കഥ കേട്ടാൽ മതി. കേട്ടിട്ട് എല്ലാവരും അഭിപ്രായം പറയണേ.